ഇൻഡസ് ടാക്സ്. എന്താണ് എൻ്റെ മുഖത്ത് ഇത്ര ചിരി? നിങ്ങളൊരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടിട്ടാണല്ലേ ഈ വീഡിയോ കാണാൻ വന്നത്. ഓക്കെ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് മൈൻഡിലുണ്ടോ ഇൻഡസ് AAPC അപ്രൂവ്ഡ് ആണോ അല്ലയോ എന്നുള്ളത്? അപ്പോൾ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ തമ്മിലൊക്കെ കണ്ടില്ലേ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ. അപ്പോൾ നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സിൽ തന്നെയാണ്. കുറേ നാളായി എല്ലാ കാര്യങ്ങളൊക്കെ ഇതായിട്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലും വ്യക്തമായിട്ട് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പ്രൂഫോട് കൂടി കാണിക്കുമ്പോൾ നിങ്ങൾക്കും അതൊരു സന്തോഷമാണ്, നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ നല്ല കാര്യങ്ങളാണ്. അതെ, നമ്മൾ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യാണ് ഇൻഡസ് ഈസ് എ നമ്പർ 1 AAPC അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമുക്ക് ഇൻഡസിൻ്റെ ജേണി എന്ന് പറയുന്നത് ചുരുങ്ങിയ കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇൻഡസിൻ്റെ പഠന രീതി കൊണ്ടും പിന്നെ അതുപോലെ തന്നെ ഫാക്കൾട്ടീസിൻ്റെ മികവ് കൊണ്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടും കുട്ടികളെ പ്ലേസ്മെൻറ്റ് വിലയിരുത്തിയിട്ടും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വിലയിരുത്തിയിട്ടും നമ്മൾ AAPC നമ്മളെയും പാർട്ട്നേഴ്സ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് AAPCയുടെ അണ്ടറിലുള്ള ഒരു വലിയ റെക്കഗ്നിഷൻ തന്നെയാണ് നമ്മൾക്കും കിട്ടിയുള്ളത്. കുറച്ച് കാലമായി നമുക്ക് റെക്കഗ്നിഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട്, പക്ഷെ ഒഫീഷ്യലി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ അപ്രൂവ്ഡൊക്കെ ആയിട്ട് കുറച്ച് ആയിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമ്മളെ വ്യൂവേഴ്സിനെയും എൻ്റെ യൂട്യൂബിലൂടെ എനിക്ക് ഫസ്റ്റ് അറിയിക്കണം എന്നും എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് അറിയിക്കുമ്പോൾ വ്യക്തമായിട്ട് വിത്ത് പ്രൂഫോട് കൂടി കാര്യങ്ങൾ അറിയിക്കണം എന്നുണ്ടായിരുന്നു. ഈ ഒരു മികച്ച ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് കൊണ്ട് തന്നെയാണ് നമുക്ക് AAPC നമ്മളെയും അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ചുരുക്കം കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് മാത്രമാണ് AAPC റെക്കഗ്നിഷൻ അങ്ങനെ കിട്ടാറുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻഡസിന് കിട്ടിയതിൻ്റെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്, അതുപോലെ നമ്മൾ കുട്ടികളിലുള്ള മികവും കുട്ടികൾ നമ്മളോട് അത്രയും ഡീപ്പായിട്ടാണ് നമ്മളടുത്തും അവർ പെരുമാറാറ്. അതേപോലെ അവർ റെസ്പോൺസിബിളായിട്ട് പഠിക്കാറ്. നമ്മൾ കുട്ടികൾ റെസ്പോൺസിബിളായിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ CPC എക്സാമിലും മികവ് വരുത്താറ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ ഇൻഡസിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സ്, എസ്പെഷ്യലി നമ്മളെ HR ടീം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്നേഹമായാലും നമ്മളെ HR ടീം ആയാലും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയും അവരെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിക്കാണ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കാണാറ്. ഒരിക്കലും നമ്മളൊരു എംപ്ലോയീസ് ആയാലും ഞാൻ എംപ്ലോയീസിന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മളെ പാർട്ട്നേഴ്സ് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അവരത്രയും കാര്യങ്ങളിലൂടെ അത്ര ഹാപ്പി ആയിട്ടാണ് അവരെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയാണ് എല്ലാവരും നോക്കാറ്. അതുപോലെ തന്നെ നമ്മളും അവരോടുള്ള ഒരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെ മോം ടു ബി ഒക്കെ കണ്ടിട്ടുണ്ടാവും നമ്മളൊരു ഫാക്കൽറ്റിയുടെ. അപ്പോൾ അത്രയും ഒരു സന്തോഷം നിറഞ്ഞ ഒരു ദിനം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ പോണതിന് തൊട്ട് മുന്നേ നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇൻഡസിൻ്റെ വലിയ അച്ചീവ്മെൻറ്റ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫാക്കൾട്ടീസ് ആയാലും അവരൊക്കെ അത്ര റെസ്പോൺസിബിളായിട്ടും എല്ലാവരും കൂടിയുള്ള അച്ചീവ്മെൻ്റാണിത്. അതല്ലാതെ എൻ്റെ ഒറ്റയ്ക്കായിട്ടുള്ളതല്ല. കുറച്ച് എഫേർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ എഫേർട്ട് എടുത്താൽ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ ഈ വീഡിയോയിലെ എൻഡിങ്ങിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇൻഡസിൻ്റെ ഈ അച്ചീവ്മെൻറ്റും ഗ്രോത്തും എന്ന് പറയുന്നത് കുട്ടികളെ മര്യാദക്ക് കെയർ ചെയ്തിട്ട് തന്നെയാണ്, നമ്മൾ അതിനുള്ള എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ്. നമ്മൾ ഇൻഡസിലത്തെ സ്റ്റുഡൻസിനും ബാക്കിയുള്ളവരുടെ സ്റ്റുഡൻസിനും അതിൻ്റെ ഡിഫറൻസ് വളരെ അധികമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അത്ര എഫേർട്ട് കുട്ടികളിൽ എടുക്കേണ്ടത്, അത്രയും പഠിപ്പിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മളെ മാക്സിമം നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റാറുണ്ട്. 90% അതൊക്കെ വിജയിക്കാറുണ്ട്. 10% എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ്. അവിടെയും വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ മാക്സിമം നമ്മളെല്ലാ കുട്ടികളും ഹാപ്പി ആക്കാൻ നോക്കാറുണ്ട്. പിന്നെ ചിലവർ നമ്മൾ എന്ത് കൊടുത്താലും ഹാപ്പി ആവാത്ത ആൾക്കാരുണ്ട്. അതിനിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ എന്താണ് ടിപ്പ് എന്നല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഒന്നുമല്ല, നമ്മളെല്ലാവരും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണ കുറച്ച് കാര്യങ്ങളാണ്. ഒന്നുമല്ല,
നമ്മൾ കുറേ സാഹചര്യത്തിൽ ഇപ്പോൾ ഈവൻ നമ്മളായാലും കുറേ എഫേർട്ടും കാര്യങ്ങളും എടുത്തിട്ട് ചെയ്യണതാണ്. എന്തായാലും നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ആയാലും നമുക്ക് നമ്മളെ ഭാഗത്തു നിന്ന് നമ്മളെ കളിയാക്കണ ആൾക്കാരായാലും അതേപോലെ നമ്മൾ പിന്നാലെ നടന്ന് ദ്രോഹിക്കുന്ന ആൾക്കാരായാലും ഉണ്ടാവാം. അത് ഒരു നമ്മളെ നേച്ചറിൻ്റെ ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും അവരെ പിന്നാലെ പോകരുത്. നമ്മൾ എന്ത് പറഞ്ഞിട്ടാണോ കളിയാക്കണത്, നമ്മൾ എന്ത് കാര്യങ്ങൾ കൊണ്ടാണോ കളിയാക്കണത്, നമ്മൾ അത് ആ സാധനം നമുക്ക് ഇല്ലാത്ത സാധനം എന്താണോ അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. അത് അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്താ, നമുക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും, നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. നമ്മളെ പിന്നാലെ നടക്കുന്ന ആൾക്കാർക്ക് എന്താ ഉണ്ടാവുക, അവരെ ടൈം വേസ്റ്റ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഒരിക്കലും നമ്മളെ ഒരാൾ ദ്രോഹിച്ചാൽ ഒരിക്കലും നമ്മൾ പിന്നാലെ നടന്ന അവരെ ദ്രോഹിക്കാനല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ എന്താണ് അത് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടായിട്ട് പ്രയത്നിക്കുകയും ചെയ്യുക. അതുപോലെ നമ്മൾ സെൽഫായിട്ട് നമ്മളത് അച്ചീവ് ചെയ്യാൻ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ദൈവം നിങ്ങൾക്കത് തരും. അതുപോലെ തന്നെ നമ്മൾ എഫേർട്ടും വേണം കേട്ടോ. എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇത് എനിക്ക് തരാനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു ജേണിയിൽ നിങ്ങളെല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കണേ. അതുപോലെ നമ്മൾ യൂട്യൂബിൽ നിന്നുള്ള സപ്പോർട്ട്, ചെറിയ സപ്പോർട്ട് നല്ല സപ്പോർട്ട് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുന്നുണ്ട്. അതുപോലെ പിന്നെ പറയാനുള്ള ഒരു കാര്യങ്ങൾ, ചില കുട്ടികൾ വിഷമിക്കരുത്. നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് തരാൻ പറ്റില്ല എന്നൊക്കെ, നമുക്ക് പുറത്തുനിന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കുട്ടികളൊക്കെ വിളിക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, അത് നമ്മളെ സിറ്റുവേഷനാണ്, നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒന്നുമില്ല. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾക്ക് എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുള്ള നമ്മൾ ഇൻഡസിൻ്റെ ജേണി തന്നെ നിങ്ങൾ ചെയ്യുക. നെക്സ്റ്റ് ബാച്ച് നമുക്ക് വരുന്നുണ്ട് ഡിസംബർ 30 1 മണി to 3 മണിയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമായി എനിക്കായാലും എല്ലാവർക്കും. നമുക്ക് വലിയൊരു അച്ചീവ്മെൻ്റ്. ഇത് കിട്ടിയിട്ട് കുറേ നാളൊക്കെ ആയിട്ടോ. പക്ഷേ നമ്മൾ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുമ്പോൾ എനിക്ക് വിത്ത് പ്രൂഫോടുകൂടി ഞാൻ താഴെ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുക. എങ്ങനെയാണ് AAPC അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾ കണ്ടെത്തേണ്ടത്, പിന്നെ അതേപോലെ തന്നെ ഏത് ലിങ്കിൽ കയറിയാൽ AAPCയുടെ വെബ്സൈറ്റിൽ ഓൾറെഡി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അവർ മാത്രമാണ് AAPC അപ്രൂവ്ഡ് ആയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അതിൽ നിങ്ങൾക്ക് അതേ ക്ലാസ് റൂമിൽ തൃശ്ശൂർ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇൻഡസ് എഡ്യൂക്കേഷൻ AAPC തൃശ്ശൂരിൽ വെച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. AAPC അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ തൃശ്ശൂർ അടിച്ചു കഴിഞ്ഞാൽ ഇൻഡസ് ആണ് വരിക. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് this video.